വിദ്യാഭ്യാസത്തിനും വീട്ടിലൊരു ദിക്കുണ്ട്. വീടിന്റെ വടക്ക് കിഴക്ക് ഭാഗമാണ് ഫെങ്ഷുവി പ്രകാരം ആ വീടിന്റെ വിദ്യാഭ്യാസത്തിന്റെ ദിക്ക്. അപ്പോൾ നോർത്ത് ഈസ്റ്റ് ഭാഗത്ത് നമുക്ക് വരുന്ന ഏതൊരു പ്രശ്നവും നമ്മളെ വിദ്യാഭ്യാസപരമായിട്ട് ബാധിക്കും. നോർത്ത് ഈസ്റ്റ് മിസ്സിംഗ് ആയിട്ടുള്ള വീടുകളിൽ പൊതുവെ വിദ്യാഭ്യാസപരമായിട്ട് കുറച്ച് തടസ്സങ്ങൾ ഉള്ളതായിട്ട് ഫെങ്ഷുവിൽ കണക്കാണ്. വാസ്തുവിലായാലും ഫെങ്ഷുവിലായാലും ഒരു കാരണവശാലും അവിടെ ടോയ്ലറ്റ് വരാനോ അവിടെ ഒരു മിസ്സിംഗ് വരാനോ പാടില്ല. അത് വന്നാൽ കുട്ടികളുടെ വിദ്യാഭ്യാസത്തെ സാരമായി ബാധിക്കുമെന്ന് ഫെങ്ഷുവിൽ കണക്കാക്കും. ഈ നോർത്ത് പിന്നെ ഈസ്റ്റ് ഭാഗത്ത് നമുക്കൊരു ടോയ്ലറ്റ് വന്നു. അപ്പൊ ഇനി നമുക്ക് ഒരു കാരണവശാലും ആ ടോയ്ലറ്റ് മാറ്റാൻ പറ്റുന്നില്ല. മാറ്റാൻ പറ്റുമെന്നുള്ളവർക്ക് ആ ടോയ്ലറ്റ് എപ്പോഴും മാറ്റുന്നത് തന്നെ നല്ലത്. ഈശാന കോണാണ്, നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെ ദിക്കാണ്. അപ്പൊ അത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്ഥലമാണ്. ഫെങ്ഷുവിൽ പറയുന്നത് 5 റോഡ് വിൻഡ് ചെയ്യും. 5 പൈപ്പുകളുള്ള ഒരു ബെല്ല് ഈ ടോയ്ലറ്റിനകത്ത് ഉപയോഗിക്കാം. അപ്പൊ നേരത്തെ ഞാൻ ഇവിടെ പറഞ്ഞില്ലേ, നമ്പേഴ്സിന് വലിയ പ്രാധാന്യമുണ്ട്. അപ്പൊ ഈ 5 പൈപ്പുള്ള ബെല്ല് ടോയ്ലറ്റിന് അകത്ത് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിന് റെമഡി ആവും എന്ന്. ഇപ്പം ഫെങ്ഷുവിൽ ഒരു 5 എലമെന്റ്സ് തിയറി ഉണ്ട്. നോർത്ത് ഈസ്റ്റ് ഭാഗത്ത് വരുന്ന എലമെന്റ് എന്ന് പറയുന്നത് എർത്ത് എലമെന്റ് ആണ്. ഇത് നമുക്ക് സ്വീകരണ മുറിയിൽ കൊണ്ടുവരുമ്പോൾ ഇതിന്റെ നമ്മുടെ വിദ്യാഭ്യാസപരമായിട്ട് നേട്ടങ്ങൾ ചെയ്യാൻ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ക്രിസ്റ്റൽസ്, അതായത് എർത്ത് എലമെന്റ് ആണല്ലോ അവിടെ വന്നിരിക്കുന്നത്. അപ്പൊ ആ ക്രിസ്റ്റൽസിനെ സ്വീകരണ മുറിയുടെ നോർത്ത് ഈസ്റ്റിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് നമുക്ക് ഇതിനെ കറക്റ്റ് ചെയ്യാം. ചെറിയ 8 ക്രിസ്റ്റൽ ബോളുകളാണ് അവിടെ ഉപയോഗിക്കുന്നത്.